ഇന്ന് എനിക്ക് നല്ല എരിവും പുളിയുള്ള ദിവസമാണ്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ വന്ന ക്ഷീണമൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. 10-15 പേർക്ക് വേണ്ടി ഒറ്റയ്ക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. കാരണം വീട്ടിൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി തന്നെ ഉണ്ടാവണം. ഒഴിച്ച് വീട്ടിൽ ആരും സ്ഥിരക്കാരല്ലാത്തതുകൊണ്ട് പുള്ളിക്കാർക്ക് തന്നെയാണ് ഇതിന്റെ മെയിൻ ഡ്യൂട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മാങ്ങ അരിഞ്ഞ് ഉപ്പിലിടുന്നത്. ആഭരണി കാലിയാവണ എന്റെ സ്പീഡ് കൂടിയോണ്ടാവണം പിന്നീട് അങ്ങനെ ഒരു സാഹസത്തിന് പുള്ളിക്കാരി മുതിർന്നിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കറിക്കിടാൻ വീട്ടിൽ പച്ചമാങ്ങ വാങ്ങിയപ്പോൾ റമളാൻ മാസത്തിലെ എടുത്ത നോമ്പ് മുറിച്ചൊരു ചരിത്രം എനിക്കുണ്ട്. പക്ഷെ വീട്ടിലെ പ്രവാസികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അച്ചാർ ഇടുന്നോണ്ട് ഉപ്പിലിട്ട മാങ്ങേനെ ഞാൻ അങ്ങനെ മിസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ മാങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ച് പിറ്റേ ദിവസം അച്ചാറിന്റെ പരിപാടിയൊന്നും എന്റെ വീട്ടിലില്ല. എന്താ വെച്ചാൽ 5 കിലോ മാങ്ങ അരിഞ്ഞ പിറ്റേ ദിവസം 2.5 കിലോ ഉണ്ടെങ്കിൽ അങ്ങനെ എരിവും പുളിയും നല്ലോണം കയറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് പഠിക്കാനായിട്ട് ഞാനൊന്ന് ജില്ല മാറ്റി പിടിക്കുന്നത്. റമളാൻ മാസത്തിൽ അത്താഴത്തിന് അവരുടെ താളിപ്പും ചോറും നിന്നപ്പോൾ തന്നെ എന്റെ കാര്യം ഏകദേശം തീരുമാനമായി. ആ സമയത്ത് എന്റെ വീട്ടിൽ ഇങ്ങനെ ചെത്തി ഉണ്ടാക്കുന്ന അച്ചാറിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള 2 വർഷം ഞാൻ കടത്തിക്കൊണ്ടുവന്ന അച്ചാറിന് കയ്യും കണക്കുമില്ല. ഹോസ്റ്റലിലേക്ക് ഏറ്റവും കൂടുതൽ അച്ചാർ കൊണ്ടുപോയതിന് എന്തെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് മിക്കവാറും എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുക. എന്റെ റൂമിൽ ഒരു വലിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫുൾ അച്ചാർ എടുത്ത് 5-6 പേർക്കുള്ള ചോറ് ഒരുമിച്ച് അതിലിടും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ആ ഒരൊറ്റ പ്ലേറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കും. ഹോസ്റ്റൽ ഫുഡ് എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അന്നൊക്കെ ഞങ്ങൾ മെസ് ഹാളിൽ നിന്ന് മനസ്സ് നിറഞ്ഞാണ് എണീറ്റ് പോരാ. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേട്ടിട്ട് ചിക്കൻ എഴുതി വെക്കുന്ന ഞാൻ ഇന്ന് പോരാളിയുടെ എല്ലാ നിർദ്ദേശവും കേട്ടാണ് അച്ചാർ ഉണ്ടാക്കിയത്. കാരണം ആ ഒരു അച്ചാറിൽ ആഡ് ചെയ്യാനും മാത്രമുള്ള രുചികളൊന്നും ഇനി എന്റെ നാവിലില്ല. ഉപ്പിലിട്ടതിൽ ഉപ്പ് പിടിച്ചാലും അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാലും എന്റെ കഥ ഇവിടെ ഒന്നും തീരില്ല. ഇനി ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ സംഭവം ഭയങ്കര സിമ്പിളാണ്. ഉണ്ടാക്കാനായാലും തീരാനായാലും. നല്ല ക്ഷമയുള്ളതുകൊണ്ട് തന്നെ അച്ചാർ തീർന്ന വഴി ഞങ്ങൾ അറിഞ്ഞില്ല.